അതുകൊണ്ട് സഹോദരന്മാരെ, ഏത് കാര്യവും ചോദിക്കാം. ചോദിക്കുമ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥമാണെന്നേ ഉള്ളൂ. സൃഷ്ടാവ് എന്ന നിലക്ക് അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അതൊരു സൃഷ്ടിയോടും ചോദിക്കാൻ പറ്റില്ല. അത് ജീവിച്ചിരിക്കുന്നവരോടും ചോദിച്ചുകൂടാ, ഡോക്ടറോടും ചോദിച്ചുകൂടാ, എഞ്ചിനീയറോടും ചോദിച്ചുകൂടാ, വക്കീലിനോടും ചോദിച്ചുകൂടാ, ജഡ്ജിയോടും ചോദിച്ചുകൂടാ, രാജാവിനോടും ചോദിച്ചുകൂടാ. അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അത് സൃഷ്ടാവ് എന്ന നിലക്കുള്ള ചോദ്യമാണ്. അത് സൃഷ്ടാവായ റബ്ബിനോടല്ലാതെ ചോദിച്ചുകൂടാ. സൃഷ്ടികളോട് ചോദിക്കുന്നത് മുഴുവനും അല്ലാഹ് തരാനുള്ള കാരണക്കാരനാകണേ എന്ന അർത്ഥത്തിലാണ്. അത് ഏത് കാര്യവും ചോദിക്കുന്നത് വിരോധവും ഇല്ല. അല്ലാഹ് വിരോധിച്ചവരോട് ചോദിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാത്ത മൗലവിമാർ ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കീകളാക്കി ചിത്രീകരിക്കാൻ ഒരു വാദമുണ്ടാക്കിയതാണ്. ഭൗതികമായ കാര്യത്തിലുള്ള സഹായം അത് സൃഷ്ടികളിൽ നിന്ന് കിട്ടും, അഭൗതികമായ നിലക്കുള്ള സഹായം അത് അല്ലാഹ് മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊരു വാദം. അത് മൗലവിമാര് പഠിച്ചുണ്ടാക്കിയ വാദമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് അഭൗതികമായ നിലയ്ക്ക് വെള്ളം കൊടുക്കാൻ അനുയായികൾ ആവശ്യപ്പെട്ടപ്പോ അതാ വടി കൊണ്ട് പാറക്കല്ലിനടിച്ചിട്ട് മൂസാ നബി വെള്ളം കൊടുക്കുന്നു. ഖുർആനിൽ അല്ലാഹ് പറയുന്നു അത് ഭൗതികം അല്ല, അത് അഭൗതികമായ സഹായമാണ് കേട്ടോ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് വന്ന് വെള്ളത്തിന് ആവശ്യപ്പെട്ടത് ബുഖാരിയിൽ പല സ്ഥലത്തുമുണ്ട്. അവിടുത്തെ കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്തു. കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുക്കൽ ഭൗതികം അല്ല, അത് അഭൗതികമാണ് കേട്ടോ. അപ്പൊ അഭൗതികമായ സഹായം അമ്പിയാക്കളിൽ നിന്ന് കിട്ടും, ഔലിയാക്കളിൽ നിന്ന് കിട്ടും. അതാ ഖജാ മുഹിദ്ദീനും തകൾ മുരീദുമായി കപ്പലിൽ കേറിയിട്ട് ഒടിയാതെന്നവർ തണ്ണീറോടൊങ്ങുമ്പൽ കുറിയാലോകരിൽ തണ്ണീർ കബീറോട് തടുവീരെന്നവർ അപ്പോഴവരെല്ലാം തടി കബീറോട് ഉപ്പ് നീര് നൽ തണ്ണീരാക്കി കൊടുത്തവർ. ശിഷ്യന്മാരും കപ്പലിലൂടെ അങ്ങനെ പോകുന്നു. അപ്പോൾ വെള്ളം തീർന്നുപോയി. ശിഷ്യന്മാര് പോയിട്ട് മുഹീദ്ദീൻ ശിഖറകളെ ഞങ്ങൾക്ക് വെള്ളം വേണോ? മുഹീദ്ദീൻ ശിഖർ എങ്ങനെ വെള്ളം കൊടുക്കാൻ? അവരെ പോലെ തന്നെയല്ലേ മൂപ്പരും. മൂപ്പരെന്താ ഇവിടെ എങ്ങനെ വെള്ളം കൊടുക്കാനാണ്? പക്ഷെ അവരെ പോലെ അല്ല, കറാമത്ത് ലഭിക്കുന്ന മഹാനാണ്. അത് അഭൗതികമാണ് കറാമത്തും മുഅ്ജിസത്തും. ആ കറാമത്ത് മുഖേന വെള്ളം കൊടുക്കാനാ ആവശ്യപ്പെട്ടത്. അപ്പോഴാ ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് തണ്ണീർക്ക് ബീറോടി ചെടുവീനെന്നവർ. നിങ്ങൾ വെള്ളം എന്നോട് തേടേണ്ടിയില്ല, എന്റെ ശിഷ്യനുണ്ട്, അയാളോട് തേടിയാ മതി. അതാരാണ്? അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു. കാന്തപുര ഉസ്താദിന്റെ അടുത്ത് പോയി, അല്ലെ എം എ ഉസ്താദിന്റെ അടുത്ത് പോയി. മുജാഹിദിനൊരു മറുപടി പറയണം ഉസ്താദ്. അതിന് എന്റെ ശിഷ്യന്മാരെത്തുന്നുണ്ട്, പേരോടിനെ വിളിച്ചടാ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാരിനെ വിളിച്ചോ, സഖാഫിനെ വിളിച്ചോ എന്ന് പറയുന്നത് മാതിരി പറഞ്ഞതാണ്. കബീറിനോട് പറഞ്ഞോ. അപ്പോഴാവേരെല്ലാം തെടിക്ക് ബീറോട് ഉപ്പ് നീര് നൽ തണ്ണീരാക്കി കൊടുത്തവർ. കടലിൽ നിന്ന് ഉപ്പുവെള്ളമെങ്ങി മുക്കിയിട്ട് ബഹുമാനപ്പെട്ടവരങ്ങ് തിരിച്ചു കൊടുത്തപ്പോൾ അത് ശുദ്ധവെള്ളമാണ് കേട്ടോ. അഭൗതികമായ സഹായമാണ്. അത് മുഅ്ജിസത്ത് മുഖേന, കറാമത്ത് മുഖേന അമ്പിയാക്കൾ ഔലിയാക്കൾ ചെയ്യുന്നതാണ്. അത് ചോദിച്ചുകൂടാ എന്ന വാദം അത് മൗലവിമാരെ മതമാണ്. അതിന് ഖുർആനിൽ തെളിവില്ല, ഹദീസിൽ തെളിവില്ല. എന്താ ഇപ്പൊ മൗലവിമാർക്ക് പറ്റാത്തത്? അപ്പൊ ഈ മഹാന്മാർക്ക് വലിയ ബഹുമാനം ഉണ്ടെന്ന് വന്നൂലേ? നമ്മളും അവരും ഒരുപോലല്ലേ? നിങ്ങളും അവരും ഒരുപോലല്ലേ? നല്ല കോളായി. കുയ്യാനയും ആനയും ഒരുപോലെ, കുയ്യാനയും ആനയും ഒരുപോലെ, അവരും നമ്മൾ ഒരുപോലല്ലേ? അവിടുന്ന് ഈ വാദം മുഴുവൻ വന്നത്. അപ്പൊ അതാണ് മുജാഹിദിന്റെ സെന്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ തൗഹീദിന്റെ വിവക്ഷ പറയുന്ന സ്ഥലത്ത് എഴുതിയത് കാണാം. എന്ന് വെച്ചോട്ടവനെ അള്ളാഹിന്റെ ഔലിയാക്കളുടെ ബുക്കിന്റെ മനുഷ്യ കഴിവിന് അതീതമായ വിധത്തിൽ രക്ഷാശിക്ഷകൾ ഏൽപ്പിക്കാനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പൊ മനുഷ്യ കഴിവ് വെച്ചാൽ സാധാരണ മനുഷ്യന്മാർക്കുണ്ടാകുന്ന സാധാരണ കഴിവ്, ആ നിലക്കുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഇവർ വാദിച്ചു. ശരിക്കും മനസ്സിലാക്കണം.
സാധാരണ മനുഷ്യന്മാർക്കുണ്ടാകുന്ന സാധാരണ കഴിവ്. അതിനപ്പുറം ഒരു കഴിവ് ഒരു മഹാനുമില്ല, അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് അവര് മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന ബുക്കിൽ പഠിപ്പിച്ചു. അതുപോലെ സക്കരിയ സലാഹി പ്രസംഗിക്കും എന്ത്, ജിന്നിനും മലക്കിനും ഒന്നും ഉത്തരം ചെയ്യാൻ കഴിയൂല എന്ന് സക്കരിയ സലാഹി. ഉത്തരം കിട്ടാത്തവരോട് മലക്കുകളെയും ഉസൈറിനെയും ജിന്നുകളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നതോട് പറയാണ് ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപഴച്ചവൻ വേറെ ആരുണ്ട്? ഇത് കേട്ട് ചില സാധുക്കൾ വിവരമില്ലാതെ മുജാഹിദായി. നല്ല രസായപ്പം പറയാൻ പോകുന്നു. ഇത് കേട്ടിട്ട് മുജാഹിദായി. കൂട്ടത്തിലൊരു മൊയ്ലിയാര് മുജാഹിദായി. ഹരി ഫൈസൽ മുസ്ലിയാർ ഇതെന്നിട്ട് ഒരു വിവരമില്ലാത്ത മൊയ്ലിയാർ മുജാഹിദായി. ഇപ്പൊ മുജാഹിദിന്റെ സ്റ്റേജ് വെൽക്കണോ ഫൈസൽ മുസ്ലിയാർ മൂപ്പര് നെല്ലിക്കുത്ത് ഉസ്താദിനെ കെണ്ണിച്ച് പ്രസംഗിക്കുന്നതാ കേൾപ്പിക്കാൻ പോകുന്നു. എന്താ പറയുന്നറിയോ? നെല്ലിക്കുത്ത് ഉസ്താദിനോട് ചോദ്യം, മുഖാമുഖത്തിൽ എന്താ ചോദ്യം? അഭൗതികമായ നിലക്കുള്ള സഹായം അല്ലാത്തവര് ചെയ്യൂല എന്നാണല്ലോ മുജാഹിദിന്റെ ആശയം. ജിന്നിന്റെ സഹായം ഉണ്ടാവില്ല, മലക്കിന്റെ സഹായം ഉണ്ടാവില്ല, ഒക്കെ അഭൗതികമാണല്ലോ, മനുഷ്യ കഴിവിനപ്പുറമാണല്ലോ. മനുഷ്യ കഴിവിനപ്പുറമുള്ള സഹായം അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. ഞാൻ പുസ്തകത്തിൽ കാണിച്ചില്ല, മുജാഹിദിന്റെ പുസ്തകത്തിൽ. അപ്പൊ മലക്കിന്റെ സഹായം ഉണ്ടാവില്ല, ജിന്നിന്റെ സഹായം ഉണ്ടാവില്ല എന്ന് ഇടമുട്ടൻ സംവാദത്തിന് വരെ സക്കരിയ സലാഹി വരെ പ്രസംഗിച്ചു കഴിഞ്ഞതാ. അവരെ ബുക്കിൽ മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന ഈ ബുക്കിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചതുമാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഈ ആശയം ഇപ്പൊ ഇവിടെ 82 അച്ചടിച്ചാണ് ഫെബ്രുവരി മാസം. എന്നാൽ സഹോദരന്മാരെ, ഈ ബുക്ക് വായിച്ചിട്ട് കുറെ ആൾ മുജാഹിദായി. മൗലവിമാരെ പ്രസംഗം കേട്ട് മുജാഹിദായി. കൂട്ടത്തിലൊരു മൊയ്ലിയാർ മുജാഹിദായി. അതാണ് ഫൈസൽ മുസ്ലിയാർ. ഈ ഫൈസൽ മുസ്ലിയാർ ഒരു സ്ഥലത്ത് പോയിട്ട് പ്രസംഗിക്കുകയാണ് സുന്നിയക്കെതിരെ. അയാൾ ക്ലിപ്പ് വെക്കുകയാണ്, ഞാനും വെക്കും പോലെ. എന്താ വെക്കുന്നത്? നെല്ലിക്കുത്ത് ഉസ്താദിന്റെ പ്രസംഗം, ചോദ്യത്തിന്റെ മറുപടി. നെല്ലിക്കുത്ത് ഉസ്താദ് എന്താ പറയുന്നത്? അഭൗതികമായ സഹായം അള്ള മാത്രമല്ല ചെയ്യുക, സൃഷ്ടികളും ചെയ്യും. അതിനൊരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ. അള്ളാന്റെ പുറമെ, അള്ളാഹ് കൊടുക്കുന്ന കഴിവുകൊണ്ട് തന്നെ അള്ളാന്റെ പുറമെ മലക്കുകളും സഹായികളാണെന്ന് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ് എന്ന് ഉസ്താദ് മറുപടി വരികയാണ് ആയത്തോതിയിട്ട്. അതിന് മൗലവിക്ക് മുസ്ലിയാർ തന്നെ മൗലവിക്ക് മറുപടി ഒന്നും ഇല്ലട്ടോ, ആയത്തിന് മറുപടി ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ മൂപ്പര് പറയാ, കണ്ടാ നെല്ലിക്കുത്ത് മുസ്ലിയാർ പറഞ്ഞ കണ്ടോ, അഭൗതികമായ സഹായം ചെയ്യൂന്നാ പറയും, അഭൗതികമായ നിനക്ക് സഹായിക്കാൻ കഴിയൂന്നാ പറയും എന്ന് ഈ മൗലവിയായ മുസ്ലിയാർ അല്ലെ മുസ്ലിയാരായ മൗലവി പ്രസംഗിക്കുന്ന ആദ്യം ഞാൻ കേൾപ്പിച്ചു തരാം. എന്നിട്ട് ആ മൗലവി കുടുക്കാൻ ഞാൻ പിന്നെ കേൾപ്പിക്കാൻ പോകുന്നത്. ആദ്യം ഒന്ന് കേൾപ്പിച്ചിട്ടാ മോനെ ഫൈസൽ മുസ്ലിയാർ എന്ന് പറയട്ടെ. എന്താണ് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ ഏതും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുമെന്ന് വരെ അവിടുന്ന് മുജാഹിദുടെ ചോദ്യത്തിന് ഫത്വയായി കൊടുത്തത് നിങ്ങൾ ആദ്യം കാണുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അപ്പൊ കണ്ടങ്ങള്, അഭൗതികമായ സഹായങ്ങൾ പോലും അല്ലാഹുവല്ലാത്ത ആളുകൾ ചെയ്യും. അഭൗതികം എന്ന് എന്താ? നേക്കുന്നതിൽ ചെയ്യുന്ന സഹായമല്ലാത്തത് അത് മലക്കുകൾ ചെയ്യുന്ന ഉസ്താദ് പറഞ്ഞു. അതിനെ മൂപ്പര് ഗണ്ണിക്കാൻ. നേർക്കേടല്ലാത്തത് നമ്മൾ കാണുന്നില്ലല്ലോ. അങ്ങനത്തെ സഹായം അല്ലല്ലാത്തവർ ചെയ്യൂന്ന് പറഞ്ഞാലും ആയത്തോതിയിട്ട് പറഞ്ഞാലും എന്നാ മൂപ്പരെ കംപ്ലൈന്റ്. എന്നാൽ ഇപ്പം മൗലവിമാർ എവിടെ എത്തിയെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. എന്നാൽ ഇത് പറഞ്ഞപ്പോ ഇത് ഈ ഫൈസൽ മുസ്ലിയാർ എന്ന മുജാഹിദേ ഇത് പറഞ്ഞത് മൗലവി ഗ്രൂപ്പാണേ. അപ്പൊ ഇത് എടുത്തിട്ട് നമ്മുടെ മടവൂർ ഗ്രൂപ്പിന്റെ ലത്തീഫ് മൗലവി കരിമ്പിലാക്കാൻ അയാൾ എടുത്ത് ഉദ്ധരിക്കുന്നതും കൂടി ഒന്ന് കേട്ടോളി എന്ന് വെച്ചോട്ടെ മോനെ.
നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര് അഭൗതികമായ സഹായങ്ങൾ നമുക്ക് ലഭിക്കുവാനുള്ള പല മാർഗങ്ങളും ഇവിടെ സമർത്ഥിക്കുകയാണ്. എന്നാൽ അത് ശരിയല്ല എന്നാണ് അവരോട് മറുപടി പറയുമ്പോൾ നമ്മളെ ഫൈസൽ മുസ്ലിയാർ സംസാരിക്കുന്നത്. ഫൈസൽ മുസ്ലിയാരാണോ അല്ല എന്നുള്ളത് വേറെ പറയണം, അത് മൗലവിമാര് തീരുമാനിക്കേണ്ട കാര്യം. പക്ഷേ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അതിനെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ അതേ നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ സക്കരിയ സലാഹി, അതേ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ സക്കരിയ സലാഹി പറയുന്നത് എന്ന് മടവൂര് മുജാഹിദ് പറയാൻ. ഇനി സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളി നിങ്ങൾ എന്നാ കേട്ടോളെ. 17 മലക്കുകൾ സഹായിക്കുന്നതിന് ആയത്ത് തെളിവുദ്ധരിക്കുന്ന സക്കരിയ സലാഹി നേരത്തെ നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞത് സക്കരിയനെ കൊണ്ട് ഏത്തടിക്കാണ് എന്ന് വെച്ചോട്ടവനെ. അപ്പൊ ജിന്നിനുള്ള ഉപദ്രവം, മറ്റു മനുഷ്യനുള്ള ഉപദ്രവം, ഇഴജന്തുക്കളുടെ ഉപദ്രവം, ഇതൊക്കെ തടുക്കാൻ ഓരോ മനുഷ്യന്റെ കൂടെയും ഓരോ മലക്കിനെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഏർപ്പെടുത്താത്തൊരു മനുഷ്യനുമില്ല. അപ്പൊ ഈ മലക്കിന്റെ സഹായം നിത്യേന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിശ്വസിച്ചാൽ ശിർക്കായി എന്നാണ് ഈ സുല്ലമി പറയുന്നത്. എന്താ ഇപ്പൊ ഇയാളെ കഥ? ഇത് മാത്രം, ഇത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ടോളൂ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇങ്ങനെയും റിവായത്ത് വന്നിരിക്കുന്നു. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അടിയാന്റെ കൂടെയും തന്നെ അവന്റെ മേൽ വല്ല മതിലും വീഴുകയോ, അവൻ കിണറ്റിൽ വീഴുകയോ, അവനെ ദുഷ്ടമൃഗം പിടിക്കുകയോ, അവൻ മുങ്ങിപ്പോവുകയോ കരിഞ്ഞു പോവുകയോ ചെയ്യുന്നതിൽ നിന്ന് കാത്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇല്ലാതെയില്ല. അള്ളാഹുവിന്റെ വിധി വരുമ്പോൾ അവന്റെയും വിധിയുടെയും ഇടയിൽ അവർ ഒഴിവാക്കി കൊടുക്കും. അഥവാ അള്ളാഹു വിധിച്ച പോലെ വരട്ടെ എന്ന് വെച്ച് അവർ ഒഴിഞ്ഞു മാറി നിൽക്കും. കണ്ടോ? ഇതൊക്കെ അലി റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ അള്ളാഹ് ശിർക്ക് പ്രചരിപ്പിച്ചു, അമാനി വഴി ശിർക്ക് പ്രചരിപ്പിച്ചു, ഈ പറഞ്ഞ സഹാബികളും താബികളൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചു. അള്ളാഹ് ശിർക്ക് പ്രചരിപ്പിച്ചു ഞങ്ങൾ പറയുന്നത് മൂപ്പർ ചോദിക്കുന്നു. അപ്പൊ ഇപ്പൊ എന്തായി? ഇപ്പം മടവൂർ മുജാഹിദും മറ്റേ മുജാഹിദ് തമ്മിൽ മുട്ടിയപ്പോ ഇസ്മായിൽ ഉസ്താദിന്റെ തെളിവ് സക്കരിയ സലാഹി ഇപ്പം പറയുന്നത് മലക്കുകൾ സഹായിക്കും. ഇനി ഒന്നുകൂടി കേട്ടോളി. മലക്കുകളെ കാവല് കിട്ടും, മലക്കുകൾ സഹായിക്കുന്ന വിശ്വസിച്ച ശിർക്കാണെന്ന് ശബാബില് മടവൂർ മുജാഹിദികൾ പറഞ്ഞത് ഖുർആനെതിരാണ് എന്നാ ഇപ്പൊ സക്കരിയ സലാഹി പ്രസംഗിക്കുന്നത്. എന്നാൽ അതേ സക്കരിയാന്റെ സംവാദവും പ്രസംഗവും കേട്ടിട്ട് നമ്മളെ ഫൈസൽ മുസ്ലിയാർ പെടുകയും ചെയ്തു. ഫൈസൽ മുസ്ലിയാർ നെല്ലിക്കുത്ത് ഉസ്താദിനെ വിമർശിച്ച് പെട്ട് ഇപ്പൊ കുടുങ്ങിക്കെടുക്കാണ് ഫൈസൽ. അതിലെന്താ പറയോ? ഈ അഭൗതികമായ സഹായം, അഭൗതികമായ കഴിവ് അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. നിങ്ങൾ ആലോചിക്കണേ, മുജാഹിദ് സെന്ററിന്റെ പുസ്തകത്തെ ബുക്കിലെ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായിക്കാൻ അള്ളാഹ്ക്കേ കഴിവുള്ളൂ എന്നും അഭൗതികമായ നിലക്കുള്ള സഹായം ചെയ്യും മലക്കുകളെന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് പ്രസംഗിച്ചപ്പോ അതിനെ മറ്റേ ഫൈസൽ മുസ്ലിയാർ ചോദ്യം ചെയ്തൊക്കെ ഞാൻ കേൾപ്പിച്ചില്ലേ. ഇപ്പൊ സക്കരിയ സലാഹി പറയുന്നു അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. അഭൗതികമായ സഹായം അള്ളാഹ് മാത്രമേ ചെയ്യുള്ളൂ, അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. മുജാഹിദിനില്ല എന്ന് മാത്രമല്ല, മൗലവി പറയാണ് മടവൂര് മുജാഹിദിന്റെ വർഗത്തിൽപ്പെട്ടതാണ് കോയക്കുട്ടി ഫാറൂഖി. അയാള് തന്നെ നിങ്ങളാ ശബാബിൽ തന്നെ എഴുതിയിട്ടുണ്ട് മുജാഹിദിന് അങ്ങനെ വാദമില്ല, അതുകൊണ്ട് നമ്മൾ തമ്മിൽ മുത്തഫഖുൻ അലൈഹിയാണ്, രണ്ട് മുജാഹിദിനും അങ്ങനെ വാദമില്ല എന്നാണ് സക്കരിയ പ്രസംഗിക്കുന്നത്. അപ്പം സക്കരിയ പറയാണ് സുല്ലമീൻ ആകത്തർച്ച ഞാൻ എടുക്കും. ഒന്ന് കേട്ടോളി. ഇതായിരുന്നല്ലോ നിങ്ങള് സാക്ഷാൽ കോയക്കുട്ടി ഫാറൂഖി. അദ്ദേഹം എഴുതുകയാണ്, ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകളുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. സുല്ലമീ ആത്തർച്ചി ഞങ്ങൾ കലക്കും, വൈദ്യച്ചോളി. സുല്ലമീ ആത്തർച്ചി ഞങ്ങൾ കലക്കും, വൈദ്യച്ചോളി. ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകളുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ജിന്നുകളുടെയോ മലക്കുകളുടെയോ പ്രവാചകന്മാരുടെയോ ഔലിയാക്കളുടെയോ കഴിവുകൾ അംഗീകരിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുജാഹിദുകൾക്കും വാദമില്ല. ഇയാളെന്താ പറഞ്ഞത്? മലക്കുകൾ സഹായിക്കും, ജിന്നുകൾ സഹായിക്കും എന്ന് വിചാരിച്ചാൽ ശിർക്കായി. കേട്ടോ? എല്ലാം പൊളിഞ്ഞി, എല്ലാം പൊളിച്ച്. ഇപ്പൊ പറഞ്ഞതാണ് മലക്കുകളും ജിന്നുകളും സഹായിച്ചാൽ ശിർക്കാവുന്നുള്ള സുല്ലമീന്റെ വാദാണ്. മുജാഹിദിയൊക്കെ അങ്ങനെ ഒരു വാദം തന്നില്ല. സുല്ലമീ ആ തർജ്ജി നമ്മള് കാലക്കും, നിങ്ങളെ സുജാരിയൊക്കെ അങ്ങനെ വാദം തന്നെ ഇല്ല. അഭൗതികമായ സഹായം അള്ളാഹ് മാത്രമേ ചെയ്തു, അങ്ങനെ വാദം തന്നെ ഇല്ല. പിന്നെ എന്തിനേലും മഞ്ചേശ്വരത്ത് എന്നോട് ചോദ്യം ചോദിച്ച്
എന്നോട് ചോദിച്ചില്ലേ എല്ലാ കാര്യവും ചോദിക്കാന്ന് ചോദിച്ചില്ലേ? എന്തിനും ചോദിച്ചേ? ഖുർആനിലും ഹദീസിലും തെളിവില്ലാത്ത വാദം കൊണ്ട് തുടങ്ങിയതാ സുന്നികളെ മുശ്രിക്കാക്കാനേ. ഇപ്പൊ മൗലവിമാർക്ക് ഇത് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് എത്തുന്നില്ല. അവസാനം പിന്നെ പോയി എത്തിയതായിരുന്നു മുജാഹിദിയക്കാരെ വാദം തരില്ല. ഏറ്റു സുലമി ആത്തർച്ചി നമ്മൾ കലക്കൂ. ഇനി ഇത് കേൾക്കണോ? ഇവർക്ക് എന്ത് മതം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറം, ആ ജാറത്തോടല്ലേ വെറുപ്പ്? കാരണം നബിയോടല്ലേ വെറുപ്പ്? സുബ്ഹാനല്ലാഹ്, ഞാൻ അയാളെ കദ്ദാബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കംപ്ലൈന്റ്. ഞാൻ സിദ്ദീഖ് എന്നാ പറയണ്ടത്. ഇല്ല കള്ളത്തരം, ഇതായ തോള്ള തുറന്നോ കളവേ പറയും മൗലവി. ആ മൗലവി പാറക്കടവെന്ന് പ്രസംഗിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തെ കുറിച്ച്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ, അത് കള്ളജാറമാണ്. എന്തിനെ സംബന്ധിച്ച്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന വീട്. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ താമസിക്കുന്ന വീട്ടിനെ കുറിച്ച് കള്ള വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കൂലേ? മുജാഹിദിന്റെ ഓഫീസിനെ മഞ്ച് കള്ള ഓഫീസ് എന്ന് പറഞ്ഞാൽ അവന് ദേഷ്യം പിടിക്കൂലേ? മൗലവിന്റെ വീട്ടിനെ കുറിച്ച്, ഓഫീസിനെ കുറിച്ച് കള്ള ഓഫീസ് എന്ന് പറഞ്ഞാൽ മൗലവിക്ക് ദേഷ്യം പിടിക്കൂലേ? എന്നാൽ ലോകത്തിന്റെ മുഴുവനും നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന ആ വലിയ ജാറമുണ്ടല്ലോ, വലിയ പച്ചത്തുമ്പയുള്ള ജാറും മിനാരമുള്ള ജാറും, മദീനത്തെ പള്ളിയുടെ ഒരു ചുമരാ ജാറത്തിന്റെ ചുമരല്ലേ, അതിന്റെ മേലെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കുന്ന പദ്യം സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിട്ടുള്ളത്. ആ ജാറത്തിങ്കലേക്കല്ലേ ലോക മുസ്ലിമീങ്ങളൊക്കെയും ലക്ഷങ്ങൾ പോകുന്നത്. ആ ജാറത്തെ കുറിച്ച് മൗലവിയുടെ ഭാഷ അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പാറക്കടവിൽ വന്ന് മൗലവി പ്രസംഗിച്ചു. ഞാൻ നാദാവൃത്തി വെച്ച് അത് കഴിഞ്ഞ മുമ്പത്തെ പ്രസംഗത്തിൽ കേൾപ്പിച്ചു. ശേഷം ഞാൻ മൗലവിയുടെ നാട്ടിൽ പോയിട്ട് കട്ടുപ്പാറ എന്ന് പ്രസംഗിച്ചു. അവിടെ ഞാനത് അയാളെ നാട്ടുകാർക്ക് കേൾപ്പിച്ചു. അത് കേൾപ്പിച്ചുകൊണ്ട് ഞാനൊരു പ്രസംഗം നടത്തി. അത് മൂപ്പരിക്ക് വല്ലാതെ വിഷമായി. കാരണം നാട്ടിൽ പോയിക്കൂടാ. കാരണം മൂപ്പരെ കണ്ടാൽ ഈ സെലഫിനോട് നാട്ടുകാർക്ക് ചെയ്യും, റസൂലുള്ളാഹിന്റെ ജാറത്തിനെ പറ്റി കള്ളജാറം തന്നെ മൗലവിയില്ല, നിങ്ങൾ കള്ളജാറം തന്നെ മൗലവിയില്ല നിങ്ങൾ എന്നിങ്ങനെ ചോദിക്കാതെ പലരും സംസാരിക്കുന്നല്ലോ, പലരും ആശയത്തിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നല്ലോ, പലരും സംസാരിക്കുന്നല്ലോ, പലരും ആശയത്തിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നല്ലോ. അയാളെ നാട്ടിൽ നിന്ന് പ്രസംഗിക്കുമ്പോ ഞാൻ ഇയാള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാറത്തെ കള്ളജാറോ എന്ന് പറഞ്ഞത് ശരിക്കും കേൾപ്പിച്ചു കൊടുത്തു. അത് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞു പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഇയാൾ പറഞ്ഞ വാക്ക് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള സ്നേഹം കൊണ്ട് കരഞ്ഞുപോയി. അല്ലാതെ എനിക്കിത് കരഞ്ഞുപോയി. അതിന് മൂപ്പര് അത് പേരോടിന്റെ അഭിനയാണ്. എന്തോ ആട്ടെ, നമുക്ക് മഹ്ശർ എന്ന് പറയാം. അപ്പോ ഇത് പറഞ്ഞിട്ട് ഞാൻ പ്രസംഗിച്ചപ്പോ മൗലവി നാദാപുരത്തുനിന്ന് പറയുന്ന കള്ളത്തരം എന്താണെന്നറിയോ? കള്ളത്തരം, ഞാൻ ജാറത്തിനെ പറ്റിയല്ല പറഞ്ഞത്, ജാറത്തിന്റെ ഫോട്ടോത്തിനെ പറ്റിയാണ്. കള്ള ഫോട്ടോ എന്നാ പറഞ്ഞത്, കള്ള ജാറോ എന്നല്ല. മൂപ്പര് വീടെടുത്തൊന്നുമില്ലാടേ, കാരണം നാട്ടിൽ പോയിക്കൂടാ. എന്നിട്ട് കള്ള ജാറോ എന്നല്ല ഫോട്ടോ എന്നാ പറഞ്ഞത്. നിങ്ങളൊന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഞാൻ അയാളെ നാട്ടിൽ നിന്ന് പ്രസംഗിച്ച് ഇപ്പൊ ഞാൻ കേൾപ്പിക്കും. എന്നിട്ട് അയാൾ നാദാപുരത്ത് വന്നിട്ട് അതിന് പറഞ്ഞ മറുപടി ഞാൻ കേൾപ്പിക്കും. പിന്നെ നിങ്ങൾക്കൊന്നുകൂടി ഞാൻ അയാള് നാദാപുരത്ത് പറയുമ്പോ എന്റെ ക്ലിപ്പ് വെക്കുമ്പോ അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്നുള്ള ഭാഗം കട്ടത് നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരും. ഇങ്ങനെ പേരോട് വെച്ച ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കുന്നതും പറഞ്ഞാ വെക്കുന്നത്. എന്റെ അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്നുള്ള വാചകം മൂപ്പരം കട്ടറിഞ്ഞു നാദാപുരത്തെ പ്രസംഗത്തിൽ. ഈ മുജാഹിദിക്ക് ഇത് മനസ്സിലാവില്ലല്ലോ, കാരണം എന്റെ പ്രസംഗം ഇവര് കേൾക്കൂല. എന്റെ പ്രസംഗത്തിന്റെ സീഡിയും മറ്റും മുജാഹിദ് മൗലവിമാർ കേൾക്കാൻ വിടുകയില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നന്നാവുന്നു, അല്ലാഹ് ഹിദായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അല്ലേ അബൂജഹലും നന്നാവൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്നായോ? ഹിദായത്ത് അല്ലാഹ് കൊടുത്തെങ്കിൽ നന്നാവായിരുന്നു. അതിന് ഈ മുജാഹിദുകൾ കേൾക്കണ്ടേ? കേൾക്കൂല അവര്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ആദ്യം കേൾപ്പിക്കുന്നത് ഞാൻ അയാളെ നാട്ടിൽ നിന്ന് പ്രസംഗിച്ചാണ്. രണ്ടാമത് കേൾപ്പിക്കുന്നത് അയാൾ നാദാപുരത്തിന്റെ പറഞ്ഞ മറുപടി. കട്ടക്കളവ് ഞാൻ തൊണ്ടി സഹിതം ഇവിടെ നിങ്ങൾ കാണിച്ചു തരും. ആദ്യം എന്ന് വെച്ചാൽ മോനെ ഞാൻ കട്ടുപ്പാറ പ്രസംഗിച്ചെന്ന് വെച്ചാ എന്നാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം